എല്ലാം ഒരു ദിവസമാണ്. അതായത് രാവിലെ വന്ന് മീശ വെച്ചിട്ട് വെഡിങ്ങിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് മീശ എല്ലാം മേടിച്ച് വേറെ ലുക്കായി. റിഹേഴ്സൽ എടുത്തപ്പോൾ പാർവതിക്ക് സംശയം ഞാനിത് ചെയ്യുമോ, പ്രശ്നമാകുമോ എന്നുള്ള രീതിയിൽ. എന്നോട് പറഞ്ഞു ശരിക്കും ചെയ്തോളൂ, പക്ഷെ അത് കുറച്ചുകൂടെ ഇതായിട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു ടേക്ക് ചെയ്യാം. പുള്ളിക്കാരിക്ക് കൺഫ്യൂഷൻ ആണ് ടേക്ക് ചെയ്യുമെന്ന്. പിന്നെ ടേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ. ഇപ്പം റീസെന്റ് ആയിട്ട് നടന്നൊരു ഇഷ്യൂ ആണ് ആസിഫ് അലിന്റെ കാര്യമാണെങ്കിലും. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും പെട്ടെന്നൊരു വിഷമം വന്നു. നമ്മൾ പ്രൈവറ്റ് ആയിട്ടിരിക്കുന്ന മൊമെന്റിൽ പോലും ആസി ഒരാളെ കുറിച്ച് കുറ്റം പറയാൻ, ഇപ്പം നമ്മൾ തന്നെ കുറ്റം പറഞ്ഞാൽ അങ്ങനെയൊന്നും പറയരുത്. ഒരു ജെന്റിൽമാനാണ് ആസി. ഞാൻ സിനിമയിലേക്ക് വന്നത് ഡു ഓർ ഡൈ എന്നുള്ള ഒരു ഫിലോസഫി കൊണ്ടാണ്. ഒന്നെങ്കിൽ സിനിമ നന്നായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ സിനിമ ചെയ്യാൻ ശ്രമിച്ച് മരിക്കുക. എല്ലാവർക്കും ഒരു ചാൻസ് എന്തായാലും കിട്ടും. അപ്പോൾ ആ ചാൻസ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ അത്രയ്ക്ക് പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഒരു പണിയില്ല, എന്നാൽ പിന്നെ സിനിമയിൽ അഭിനയിച്ചേക്കാന്ന് വിചാരിക്കുന്നത് അത് അത്ര എളുപ്പമായില്ല. അതെ, പക്ഷേ ഈ ഉർവശിയമ്മയും മോഹൻലാലൊക്കെ ഏകദേശം ഒരുപോലെയാണ്. അത് ഇവരതിന് ഷോട്ടിന് തൊട്ട് മുമ്പ് വരെ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് അത് കഴിയുമ്പോൾ ഒറ്റ മാറ്റമാണ്. ഇത് തന്നെ ജല്ലിക്കെട്ടിൽ പോത്ത് കുത്തുന്ന ഒരു, അത് ഒറിജിനൽ പോത്താണ്. ഇപ്പം ലിയോചേട്ടൻ ആക്ഷൻ വിളിച്ചു, അപ്പൊ നേരെ വന്ന് കുത്തി ഞാൻ ഇങ്ങനെ കറങ്ങി തെറിച്ച് വന്ന് വീണു. അപ്പൊ എല്ലാവരും കൈയടിച്ചു പറഞ്ഞിട്ട്. അപ്പൊ ലിജോ ചേട്ടൻ ചോദിച്ചാൽ ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെ ആക്കിയോ. ഹായ് എവരിവൺ. ഉള്ളൊഴുക്കിന്റെ ആ ഒരു ഫീൽ ഉള്ളിൽ തട്ടി നിൽക്കുമ്പോൾ തന്നെ ഉള്ളൊഴുക്കിന്റെ ഉള്ളായ ഒരാൾ തന്നെയാണ് എന്നോടൊപ്പം ഉള്ളത്. വെൽക്കം പ്രശാന്ത് മുരളി. ഉള്ളൊഴുക്കിന്റെ ആ ഒരു ഫീൽ ഇപ്പോഴും ഉള്ളിൽ തന്നെ ഉണ്ട്. കാരണം അത് കണ്ടിറങ്ങിയപ്പോഴും അതിൻ്റെ ഒരു ഉള്ളു തന്നെ ആയിരുന്നു പ്രശാന്ത് മുരളി. അപ്പൊ എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് എങ്ങനെയായിരുന്നു ഉള്ളൊഴുക്കിലേക്ക് എത്തിപ്പെട്ടതെന്ന് തന്നെയാണ്. ഉള്ളൊഴുക്കിലേക്ക് എന്നെ ഒരു കാസ്റ്റിംഗ് ഏജൻസിയാണ് കാസ്റ്റ് ചെയ്യുന്നത്. വർഷ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അവരാണ് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. 2018-19 എൻ്റെ ഡിസ്കഷൻ തുടങ്ങിയതാണ്. അപ്പം 19 ഷൂട്ട് ചെയ്യാൻ നമുക്ക് പ്ലാൻ ചെയ്തിരുന്നു. കഴിഞ്ഞ് പിന്നെ അത് മാറി, ആർട്ടിസ്റ്റ് ഡേറ്റിന്റെ ഇഷ്യൂ കാരണം മാറി. പിന്നെ അത് 2022 ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചു വന്ന് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കയറി വന്ന ഒരാൾ തന്നെയാണ് ചേട്ടൻ. അപ്പം എത്രത്തോളമാണ് ഒരു അല്ലെങ്കിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിച്ച് തന്നെ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതാണോ ഡയറക്റ്റ്ലി വരുന്നതാണോ കൂടുതൽ കംഫർട്ടബിൾ നമുക്ക് അവിടെ എത്തുമ്പോൾ? പഠിച്ചിട്ട് വരുന്നതിന് എന്തായാലും അതിൻ്റെ വ്യത്യാസം ഉണ്ടാവില്ല. പഠിച്ചിട്ട് വരുന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ സിനിമ അങ്ങനെ നമുക്ക് ഒരുപാട് ചാൻസസ് തരികയില്ല. എല്ലാവർക്കും ഒരു ചാൻസ് എന്തായാലും കിട്ടും. അപ്പോൾ ആ ചാൻസ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ അത്രയ്ക്ക് പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഒരു പണിയില്ല, എന്നാൽ പിന്നെ സിനിമയിൽ അഭിനയിച്ചേക്കാന്ന് വിചാരിക്കുന്നത് അത് അത്ര എളുപ്പമായില്ല. കറക്റ്റായിട്ട് അതിനുള്ള ഒരു പഠനവും അതിന് വേണ്ടി സമയം മാറ്റി വെച്ച് അതിനെ പഠിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി ഈസിയാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഒട്ടുമിക്ക ആൾക്കാരെയും നമ്മൾ നോക്കുകയാണെങ്കിൽ മൾട്ടി ടാലൻറ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഡയറക്ഷൻ ചെയ്യുന്നു, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, അല്ലെങ്കിൽ ക്യാമറയെ പറ്റി നല്ല ധാരണ ഉണ്ടാവുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും ആ കോഴ്സിൽ എന്തൊക്കെയാണ് ആഡ് ഓൺസ് ഉള്ളത്? ഞാൻ പഠിച്ചപ്പം അതിനകത്ത് 6 സെക്ഷൻ ഉണ്ടായിരുന്നു. എഡിറ്റിംഗ്, ഡയറക്ഷൻ, സിനിമാറ്റോഗ്രഫി, VFX, ആനിമേഷൻ, സൗണ്ട്, ആക്ടിങ്. അപ്പോൾ ഈ ആദ്യത്തെ വർഷം എല്ലാത്തിനകത്തൂടെ കടന്നു പോകണം. എന്നിട്ട് സെക്കൻഡ് ഇയർ തൊട്ടാണ് സ്പെഷ്യലൈസേഷൻ. അപ്പം സിനിമയുടെ എനിക്ക് തോന്നുന്നു എനിക്ക് സിനിമാറ്റോഗ്രഫിയും ഡയറക്ഷനും സ്ക്രിപ്റ്റ് റൈറ്റിംഗും ഒക്കെ ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ പാഷൻ ഏതിനോടായിരുന്നു? ഏറ്റവും കൂടുതൽ എനിക്ക് അഭിനയം തന്നെയായിരുന്നു. അപ്പം സ്ക്രിപ്റ്റ് റൈറ്ററും ആണ്. അപ്പം നമ്മൾ എഴുതുന്നുണ്ട്, ഡയറക്ടർ ആവണം എന്നും ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഉള്ളൊഴുക്കിൻ്റെ ഒരു തിരക്കഥ ലപ്പദ ലേഡീസിനേക്കാളും മുമ്പിലെത്തിയൊരു തിരക്കഥ എന്ന് നേരത്തെ തിയേറ്ററിൽ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു അവാർഡ് വിന്നിങ് ആയിരുന്നു. അപ്പം ഈ സ്ക്രിപ്റ്റ് കേട്ട സമയത്തും പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് അതിന് ചെയ്യാം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ പെട്ടെന്നല്ല, സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ചേട്ടൻ്റെ മനസ്സിൽ എന്തൊക്കെയാണ് തോന്നിയത്? ആസ്വാദകരിലേക്ക് ഇത് എങ്ങനെ എത്തും പെട്ടെന്നുള്ളൊരു ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ? ഇല്ല, ആസ്വാദകരിലേക്ക് എത്തുന്ന കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ആ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു കൊമേഴ്ഷ്യൽ സ്വഭാവമുള്ള സ്ക്രിപ്റ്റ് അല്ലായിരുന്നു. കുറച്ചുകൂടി ഒരു സീരിയസ് പടം. അപ്പം സീരിയസ് പടങ്ങളുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ടാവും. ഭയങ്കര മൈന്യൂട്ടായിട്ട് പെർഫോം ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ടാവും. അത് ഈ പറയുന്ന പോലെ കൊമേഴ്ഷ്യൽ പടങ്ങളിൽ ഭയങ്കര കുറവാണ്. അപ്പോൾ അതാണ് എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്ത സംഭവം. സീനുകളൊക്കെ കുറവാണെങ്കിലും അഭിനയിക്കാനുള്ള സ്പേസ് ഒരു സീനെങ്കിൽ ഒരു സീൻ ഭയങ്കര രസമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ കണ്ടന്റ് ആണോ ശരിക്കും, അല്ലെങ്കിൽ കാസ്റ്റിംഗ് ആണോ ഒരു ഫിലിമിനെ ഹിറ്റിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് ചേട്ടൻ്റെ ഒരു പെർസ്പെക്റ്റീവില് കണ്ടന്റ് ആയിരിക്കും? നമുക്ക് കൊമേഴ്ഷ്യലി റെലവെന്റ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഹിറ്റായിട്ട് നിൽക്കുന്ന ആക്ടേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കണ്ടന്റ് അത്ര സ്ട്രോങ് അല്ലെങ്കിലും പടം ഹിറ്റ് ആവാറുണ്ട്. പറയുന്ന പോലെ ഭയങ്കര സ്ട്രോങ് കണ്ടന്റും പുതിയ ആൾക്കാരെ വെച്ചെടുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് റീച്ച് ആവാറില്ല. ഐ മീൻ കൊമേഴ്ഷ്യൽ ഹിറ്റ് ആവാറില്ല. അതിന് ശേഷം പിന്നീട് പടങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പുതിയ ആൾക്കാരെ വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് കുറവായിരിക്കും, പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവായിരിക്കും. പതിയെ പേരെടുത്ത് ഐ മീൻ ആ പടം ചെയ്ത ആളുകൾക്ക് പിന്നീട് പടം ചെയ്യാൻ അല്ലെങ്കിൽ നല്ല ആർട്ടിസ്റ്റുകൾ അങ്ങോട്ട് വിളിച്ചിട്ട് ഡേറ്റ് കൊടുക്കുന്ന ഒരു
അങ്ങനെ അടുത്ത പടം ചെയ്യാൻ പറ്റും. അപ്പൊ ന്യൂ കമേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു ചലഞ്ചിങ് അല്ലേ? എപ്പോഴും ചലഞ്ചിങ് ആണ് എല്ലാ ഫീൽഡിലും ന്യൂ കമേഴ്സും ചലഞ്ചിങ്. അല്ല, അപ്പം ഫിലിമൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പഠിക്കും. അപ്പം അതുപോലൊക്കെ ഒരുപാട് പേർക്ക് ഇപ്പൊ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു ചലഞ്ച് ഇപ്പം അവർക്ക് ഇപ്പം ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചലഞ്ച് ഒന്നുമല്ല. പണ്ട് നമുക്കൊരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ട് ആരെങ്കിലും കാണിച്ച് അല്ലെങ്കിൽ അതൊക്കെ ഹിറ്റ് ആവണമെങ്കിലും വർക്കായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഇൻസ്റ്റാഗ്രാം റീൽസും അതിനകത്തൊക്കെ എത്രയോ ആളുകൾ എത്രയോ ക്രിയേറ്റീവ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ മുകളിലൊരു സംഭവം ചെയ്ത് ആളുകളെ ബോധിപ്പിച്ച് വർക്കൗട്ട് ആക്കി കൊണ്ടുവരിക, അതും നല്ലതാണ്. ഒരുതരം ഫിൽറ്ററിങ് പ്രോസസ്സ് പോലെയാണ്. എക്സ്ട്രീംലി ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഇപ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയിലേക്ക് ഇനി വരാൻ സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം ഷോർട്ട് ഫിലിമിന്റെ കാര്യം പറഞ്ഞ പോലെ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണെന്ന് തോന്നുന്നു ചേട്ടൻ അഗെയിൻ ഷോർട്ട് ഫിലിംസിലേക്ക് പോകുന്നതും കാനായിലെ മദ്യപാനികളും അജിനോമോട്ടോ പോലുള്ള അതൊക്കെ വൻ ഹിറ്റ് ആവുകയും ചെയ്തു ഷോർട്ട് ഫിലിംസ്. അപ്പം അഗെയിൻ ഷോർട്ട് ഫിലിമിലേക്ക് പോകുന്നു, പിന്നെയും സിനിമയിലേക്ക്. അപ്പം ഷോർട്ട് ഫിലിം ചെയ്യാനുണ്ടായിരുന്നൊരു ചെയ്യാമെന്ന് തോന്നിയത് എങ്ങനെയാണ്? അല്ല, സിനിമ വന്നു കഴിഞ്ഞ പിന്നെ നമുക്ക് എൻ്റെ വിചാരം അങ്ങനെയായിരുന്നു. അതായത് അങ്കമാലി ഡയറീസ് കഴിഞ്ഞ് എനിക്ക് ജല്ലിക്കെട്ട് കിട്ടി. അപ്പൊ ജല്ലിക്കെട്ട് കഴിഞ്ഞ് എനിക്ക് ഉടനെ ജനമൈത്രി കിട്ടി. അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. അങ്ങനെയൊന്നുമല്ല. ജനമൈത്രി കഴിഞ്ഞിട്ട് കുറെ ഇരിപ്പിരിക്കേണ്ടി വന്നു. ആക്ച്വലി ഫോളോ അപ്പ് ചെയ്യുന്നതിൽ ഒരു ഭയങ്കര പോരായ്മയുണ്ട് എൻ്റെ ഭാഗത്ത്. ആളുകളെ പോയി കാണുക, സംസാരിക്കുക, അതൊക്കെ കുറവാണ്. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി കിട്ടിയതിനെ ആയിരുന്നായിരിക്കണം. അപ്പൊ ആ ഗ്യാപ്പിലാണ് ഞാൻ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്നത്. അല്ല, സിനിമ വന്നിട്ട് സിനിമയിൽ നിന്ന് ഗ്യാപ്പ് എടുത്ത് ഷോർട്ട് ഫിലിം ചെയ്തല്ല, അങ്ങനെയല്ല. കാരണം ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ അഗൈൻ നമ്മൾ ഡൗണിലേക്കാണോ എന്നൊരു തോട്ട് വരാമല്ലോ. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അജിനമോട്ടോ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് ജാനമന്നത്ത് വിളിച്ചത്. ഓക്കെ, ഇപ്പോഴും അങ്ങനെയുള്ള മിക്സിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? അങ്ങനെ ഇനി ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ സിനിമ പോലെ തന്നെയാണല്ലോ. നമുക്ക് അത്ര സെറ്റപ്പ് ഇല്ലെന്നല്ലേ ഉള്ളൂ. എന്തായാലും ഷോർട്ട് ഫിലിമിൽ ഒരു കഥ പറയാനാണ് പാട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. സിനിമയിൽ നമുക്ക് അത്രയും ടൈം ഉണ്ടല്ലോ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. അതുപോലെ തന്നെ ഇപ്പം റീസെന്റ് ആയിട്ട് നടന്നൊരു ഇഷ്യൂ ആണ് ആസിഫ് അലിന്റെ കാര്യമാണെങ്കിലും. അതിപ്പം ഭയങ്കര ചർച്ചാ വിഷയമായൊരു കാര്യമാണ്. കാരണം ആർട്ടിസ്റ്റുകളെ ആണെങ്കിൽ പോലും ഇങ്ങനെ പൊതുവേദികളിൽ ഇപ്പം സോഷ്യൽ മീഡിയ ഒരു ഇമ്പാക്ട് പറഞ്ഞതുകൊണ്ടുകൂടിയാണ് ഇൻസ്റ്റാഗ്രാം റീൽസ് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും വൈറലാവും. അപ്പം ആ ഒരു ഇൻസിഡന്റിനെ എങ്ങനെ ആസിഫ് അലിക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റിനെ? ശരിക്ക് ഞങ്ങൾ ഒരുമിച്ച് 2 പടം വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ബ്രദർലി ഫീലാണ് ആസിയോട്. ആസി ഭയങ്കര എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പ്രൈവറ്റ് ആയിട്ടിരിക്കുന്ന മൊമെന്റിൽ പോലും ആസി ഒരാളെ കുറിച്ച് കുറ്റം പറയാനും, ഇപ്പം നമ്മൾ തന്നെ കുറ്റം പറഞ്ഞാൽ അങ്ങനെയൊന്നും പറയരുത്. അതെന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര നല്ലവൻ എന്നുള്ള സാധനമല്ല ഞാൻ പറഞ്ഞ, ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരാളാണ്, ഒരു ജെന്റിൽമാനാണ് ആസി. അപ്പൊ അതുകൊണ്ട് തന്നെ ആസി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സമയം കിട്ടുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ ഈ ഇൻസിഡന്റ് അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും പെട്ടെന്നൊരു വിഷമം വന്നു. സാധാരണ ഞാൻ അങ്ങനെ സോഷ്യൽ പരിപാടികളിൽ റിയാക്ട് ചെയ്യുന്ന ആളല്ല. പക്ഷെ എനിക്ക് ഇതിനകത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടേ പറ്റൂ എന്നുള്ളൊരു സാധനം പോലെ തോന്നിയിട്ട് ഞാനൊരു സ്റ്റോറി ഇട്ടായിരുന്നു. പുള്ളിക്കാരന് വേണമെങ്കിൽ എന്ന് വെച്ചാൽ എത്ര വലിയ ആളാണെങ്കിലും വേണമെങ്കിൽ സംസാരിക്കാം ആസിയുടെ അടുത്ത്. ആസി ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ഞാൻ ആളുടെ കയ്യിൽ നിന്ന് മേടിച്ചോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആസി ഒന്നും മിണ്ടില്ല. ആസിക്ക് ഭയങ്കര സന്തോഷമാവുള്ളൂ. പക്ഷെ അത്ര വലിയ ആളാണ്. അതെ, അത് ഭയങ്കര ഇൻസൾട്ട്. ഇപ്പം നമുക്ക് ഇൻസൾട്ട് ഫീൽ ചെയ്ത പോലെ ആയിപ്പോയി. പുള്ളി റിയാക്ട് ചെയ്യുന്നില്ല. പുള്ളിക്ക് അത് മനസ്സിലായി. പുള്ളി അത് ആ രീതിയിൽ പിന്നെ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞല്ലോ. നമുക്കൊരു ഉള്ളൊഴുക്ക് റൗണ്ടിലേക്ക് പോകാം. ഉള്ളൊഴുക്കിന് വേണ്ടിയിട്ട് പ്രശാന്തേട്ടൻ എടുത്ത എക്സ്ട്രാ ഒരു എഫേർട്ട് മെലിഞ്ഞു. അതാണ് ഞാൻ ചോദിച്ചിരുന്നത്. മെലിഞ്ഞപ്പോ അതിന് എന്തൊക്കെയാണ്? ഫുഡ് കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മെലിയും. വലുതായിട്ടും വലിയ വണ്ണമില്ലായിരുന്നു. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതിരുന്നു അന്നേരം ആ ടൈമില്. അപ്പൊ ആദ്യം തൊട്ടേ ക്രിസ്റ്റോ പറയുന്നുണ്ട് മെലിയണം എന്ന്. അപ്പൊ ഞാൻ അങ്ങനെ മേക്കപ്പിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത. അതെ, അത് ക്രിസ്റ്റോ ആണെങ്കിലും ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു. ഞാൻ പ്രശാന്തിന്റെ അടുത്ത് പറഞ്ഞതും നീ ഡയറ്റ് എടുക്കണം. കുട്ടനാടാണ് ഒന്നാമത്, ആലപ്പുഴയിലാണ് ഷൂട്ട്, നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പം പ്രശാന്തേട്ടൻ ഇങ്ങനെ ഫുഡൊക്കെ എടുത്തിട്ട് ക്രിസ്റ്റോനെ നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഉള്ള ഫസ്റ്റ് ഒരു തോട്ട്. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് മൊത്തത്തിലുള്ള പടം നമ്മളിപ്പോ നമ്മുടെ കഥാപാത്രം ത്രൂ ഔട്ട് ആ ഒരു ഇത് കിട്ടിയപ്പം ഏത് പെട്ടെന്ന് ഐ ആം റെഡി എന്ന് പറഞ്ഞത് ഏത് മൊമെന്റിലായിരിക്കും? അല്ല, അത് എനിക്ക് ക്രിസ്റ്റോ ആദ്യം പറഞ്ഞ മൊമെന്റ് തന്നെ. അതായത് ഒരു ഗർഭിണിയുടെ വയറ് പിടിച്ചേക്കണം. അത് അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര എന്തോ പോലെ. പക്ഷെ അത് പടം മൊത്തത്തിൽ വന്നത് ഡ്രീം സീക്വൻസ് ആണ് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ അത് ഭയങ്കര ഇമ്പാക്ട് ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ എന്റെ ഭാഗ്യത്തിന് ആ ടൈമിൽ അങ്ങനെ ലുക്കെല്ലാം കറക്റ്റ് ആയിട്ട് ഇങ്ങനെ മാറി എല്ലാം ഒരു ദിവസമാണ്. അതായത് രാവിലെ വന്ന് മീശ വെച്ചിട്ട് വെഡിങ്ങിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് മീശ എല്ലാം മേടിച്ച് വേറെ ലുക്കായി. അങ്ങനെ ഒരു ദിവസം തന്നെയാണ് അതെല്ലാം സംഭവിക്കുന്നത്. പിന്നെ ഡ്രീം സീക്വൻസ് ഉച്ച കഴിഞ്ഞ് ഡ്രീം സീക്വൻസ്, അത് കഴിഞ്ഞ് വലിയ ഗ്യാപ്പില്ല. മെലിയുക എന്ന് പറയുന്ന ആ പ്രോസസ്സ് മെലിഞ്ഞു തന്നെ ഇരുന്നെങ്കിൽ
ത്രൂ ഔട്ട് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ 2 എക്സ്ട്രീംലി ടാലന്റഡ് ആർട്ടിസ്റ്റുകളായിരുന്നു കൂടെ ഉണ്ടായിരുന്നു. ഉർവശി ചേച്ചി ആണെങ്കിലും പാർവതി ആണെങ്കിലും ഭയങ്കര അവരുടെ ഒരു ഇമോഷനൊക്കെ നമ്മൾ ത്രൂ ഔട്ട് നല്ല രസമുണ്ട്. അപ്പം അവരുടെ 2 പേരുടെയും ഫേവറേറ്റ് എന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ ചേട്ടൻ അവരിൽ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആക്ടിങ്ങിൽ 2 പേരെയും സെപ്പറേറ്റ് നോക്കുവാണെങ്കിൽ എന്തായിരിക്കും? ഉർവശിയമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, എത്രയോ പടങ്ങളിൽ എത്രയോ വലിയ ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. പാർവതി പറയുന്ന പോലെ ഒരു നാഷണൽ ലെവലിൽ പല ഡയറക്ടേഴ്സിൻ്റെ കൂടെ ആക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ആക്ച്വലി തുടക്കത്തിലൊരു ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ ഓക്കെ ആവോ, വർക്കൗട്ട് ആവോ, എനിക്ക് അവരുടെ ഒപ്പം റീച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള. തുടക്കത്തിൽ നമ്മൾ ഡ്രീം സീക്വൻസ് എടുക്കുമ്പോഴാണല്ലോ പാർവതി പറയുന്നത്, റിഹേഴ്സൽ എടുക്കുമ്പോൾ പറയുന്നുണ്ട്. ഇപ്പം റിഹേഴ്സൽ എടുത്തപ്പോൾ പാർവതിക്ക് സംശയം, ഞാനിത് ചെയ്യുമോ, പ്രശ്നമാവോ എന്നുള്ള രീതിയിൽ. അപ്പം എന്നോട് പറഞ്ഞു ശരിക്കും ചെയ്തോളൂ പ്രശ്നം, അത് കുറച്ചുകൂടെ ഇതായിട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു ടേക്ക് ചെയ്യാം. പുള്ളിക്കാരിക്ക് കൺഫ്യൂഷൻ ആണ് ടേക്ക് ചെയ്യുമെന്ന്. പിന്നെ ടേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ. എന്നാലും സോറി, ഡ്രീം സീക്വൻസ് അല്ല, കല്യാണം കഴിഞ്ഞിട്ടുള്ള ബെഡ്റൂം സീക്വൻസ്. അതുപോലെ തന്നെ ഇല്ല, ഉർവശി ചേച്ചിയും ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്, അതായത് പ്രശാന്ത് ഏട്ടൻ അത് കഴിഞ്ഞിട്ട് മരിച്ചു കഴിഞ്ഞിട്ടുള്ള സീക്വൻസ് അഭിനയിക്കാണ്. അപ്പോഴത്തേനും ഉർവശി ചേച്ചിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ചുറ്റിലും കരയണ സീനൊക്കെ ഇല്ലേ, കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേനും പ്രശാന്ത് ഏട്ടൻ ചേച്ചി 1 മിനിറ്റ് എന്നൊക്കെ പറയണേ, ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ കുറച്ച് സീക്വൻസുകളൊക്കെ. അപ്പം എനിക്ക് മനസ്സിലായി ത്രൂ ഔട്ട് ആ ഒരു സിനിമയിൽ സൈലന്റ് ആയിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നതും ഇറ്റ് വാസ് എ ഡിഫിക്കൽട്ട് തിങ്. കാരണം ചുറ്റിനുമുള്ളവരുടെ ഒരു ഇമോഷൻ ആൻഡ് ഇങ്ങനെ അഭിനയിക്കണം. അപ്പം ഇത്തവണ സൈലന്റ് ആയിട്ടും കുറേ ഭാഗങ്ങളിലുണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെ എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു? അതിന്റെ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്, നമുക്ക് ഈ ഫ്രീസർ ഒറിജിനലാണ്. അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ഓക്സിജൻ തീരും, ഐ മീൻ എയർ തീരും, നമ്മൾ ശ്വാസം വലിച്ചത്. അപ്പൊ ആ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സീക്വൻസ് ആണ് എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട്. അത് ഒറ്റ ഷോട്ടിനകത്ത് വെച്ചേക്കുന്നത്. അപ്പൊ അത്രയും ടൈം ആ ഷോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിത് നോക്കിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ. അതൊക്കെ അത് മാത്രമേ ഉള്ളൂ, വേറെ ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല. നമുക്ക് മരിച്ച പോലെ അഭിനയിക്കാൻ ഭയങ്കര പാടാണ് ശരിക്കും. അതുപോലെ തന്നെ ഉർവശി ചേച്ചി തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞാണ്, എല്ലാ ആക്ടേഴ്സും ഒന്നും എല്ലാത്തിനും റെഡിയാവില്ല. അതിലൊരു മോർച്ചറി സീൻ അത് ഞാൻ അഭിനയിക്കാമെന്ന് പ്രശാന്ത് ഏട്ടൻ പറഞ്ഞു. ഞാൻ റെഡിയാണ് അഭിനയിക്കാൻ, കാരണം ആക്ടർ എന്ന നിലയ്ക്ക് ആ ഒരു ക്യാരക്ടറിന് കൊടുക്കുന്ന ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. കാരണം ആ സിനിമയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആക്ടർ എന്ന നിലയ്ക്ക്. അപ്പം ചേട്ടൻ എങ്ങനെയാണ് ആ മോർച്ചറി സീൻ ഞാൻ ചെയ്യാം എന്ന് പെട്ടെന്ന് തന്നെ ഡെഡിക്കേഷൻ കൊണ്ടാണ്, എന്തുകൊണ്ടാണ് പെട്ടെന്ന്? ഇല്ല, അത് ഇപ്പൊ നിലവിൽ ആ മോർച്ചറി സീൻ വേറൊരാൾ അഭിനയിച്ചിരിക്കുന്നത്. അതിനകത്ത് ഉണ്ടായിരുന്ന പ്രൊഡക്ഷൻ മാനേജ്മെന്റിൽ ഉണ്ടായിരുന്ന ആളാണെന്ന് തോന്നുന്നു, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ ആർട്ടിലുണ്ടായിരുന്നവരോ. അപ്പോൾ അവരുടെ ഫേസ് ഒക്കെ മൂടിയിട്ടാണ് ബോഡി അതിനകത്ത് കയറ്റുന്നത്. അപ്പോൾ ഞാനാണ് അഭിനയിക്കുന്നതെങ്കിൽ ആ മോർച്ചറിക്കകത്ത് കയറ്റുമ്പോഴും നമ്മുടെ ആ ഫേസ് ഉണ്ടാവും. അപ്പോൾ കുറച്ചുകൂടെ എനിക്കൊന്ന് ക്രിസ്റ്റോയുടെ മൈൻഡിൽ അപ്പോൾ കുറച്ചുകൂടെ ആ ക്യാരക്ടറിനോട് ഉള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുകയായിരുന്നു. പക്ഷെ അവിടെ ആരും സമ്മതിച്ചില്ല. പക്ഷെ നമുക്ക് ഭയങ്കര ഒരു നടക്കൂല, അത് വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ മോർച്ചറിക്കകത്തിപ്പം അതറിയാലോ, അതിനകത്തിപ്പോൾ എന്തൊക്കെ സാധനങ്ങളും എന്തൊക്കെ അസുഖങ്ങൾക്കുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്നൊക്കെ. ഒറിജിനൽ മോർച്ചറി ആണല്ലോ ഷൂട്ട് ചെയ്യുന്നത്, മാത്രമല്ല ഭയങ്കര തണുപ്പാണ്. അതിനകത്ത് അഭിനയിച്ച ആൾ എന്നോട് പറഞ്ഞു, നീ അഭിനയിക്കാത്ത നന്നായി, ഭയങ്കര തണുപ്പ് അതിനകത്ത് ഡെഡ് ബോഡി വെക്കുന്ന സ്ഥലമല്ലേ. അപ്പൊ ഈ ഫ്രീസർ ആണെങ്കിലും അങ്ങനെ ഒരു പേടി എനിക്കുണ്ടായിരുന്നു, എന്തെങ്കിലും അസുഖം ഉണ്ടാവും എന്നുള്ള. അപ്പൊ അവര് പറഞ്ഞില്ല, ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്തു. ആസ്വാദകരിലേക്ക് ഈ ഒരു സിനിമയുടെ ഒരു കണ്ടന്റ് വേറെ തന്നെ ആയിരുന്നു. അപ്പം ഇത് പ്രേക്ഷകർ എങ്ങനെ ഏറ്റെടുക്കും, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇത് ഈ ഒരു ഫ്ലോ കിട്ടും, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഉള്ളൊഴുക്കിന്റെ കാര്യമല്ലേ? അതെ, ഉറപ്പായിട്ടും ഉള്ളൊഴുക്ക് ഒരു എന്താണ് ഒരു ഹിറ്റായിട്ട് മാറും. പ്രത്യേകിച്ച് ഈ ഇൻസ്റ്റാഗ്രാം റീലിന്റെ ഈ കാലഘട്ടത്തിൽ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുന്ന സിനിമ എങ്ങനെ വർക്കാവും എന്നുള്ളൊരു സംശയം നല്ലപോലെ ഉണ്ടായിരുന്നു. പിന്നെ ക്രിസ്റ്റോ ടോമിക്ക് ഓൾറെഡി ഒരു ഫേമസ് ആണ്. ക്രിസ്റ്റോ നമ്മുടെ കറിയൻ സയനൈഡ് ചെയ്തിട്ട് ഒരു ഫാൻ ബേസ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ലപ്പട്ട ലേഡീസ് ഇറങ്ങി ഭയങ്കരമായിട്ട് ഹിറ്റായി. അപ്പൊ അതിലും നല്ല സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ അതെ, അത് എനിക്ക് ഈ ലപ്പട്ട ലേഡീസ് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഉള്ളൂരിന്റെ അങ്ങനെ ആ സാധനം ശരിക്കും വർക്കൗട്ടായി. അതുപോലെ കുട്ടനാടായിരുന്നു കംപ്ലീറ്റ് ഷൂട്ട്, അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തം വെള്ളവും ആ ഒരു വെള്ളം നമുക്ക് പരിചയമുള്ള സാധനമാണ്. എന്റെ വീട്ടിൽ ഇങ്ങനെ മഴക്കാലത്ത് വെള്ളം കയറാറുണ്ട്. അപ്പൊ അത് അങ്ങനെ വലിയ സംഭവമല്ല. പക്ഷെ പറയുന്ന പോലെ അവരുടെ ലൈഫ് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ്. എത്ര ദിവസം വെള്ളം നിൽക്കും എന്നുള്ളത് ഭയങ്കര അതെ, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിലൊരാൾ പറഞ്ഞ ഒരു ദിവസം ഇങ്ങനെ വെള്ളം കയറിയപ്പം ഇവരിങ്ങനെ വെള്ളം കയറി വീട് നോക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഡെഡ് ബോഡി കിടക്കുന്നു.
അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. എവിടുന്ന് ആരെപ്പോ വീണ് മരിച്ചാന്ന് അറിയില്ല. ഓ, അങ്ങനെയുള്ള ഇൻസിഡൻസ് ഒക്കെ അവിടെ. പിന്നെ വീട്ടിൽ പ്രേതബാധ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അങ്ങനെയുള്ള കോമഡി സംസാരങ്ങളൊക്കെ ഉണ്ട്. ഓ, ഇതിനിടയ്ക്ക് ഫൺ സീക്വൻസും ഉണ്ടായിരുന്നു. അതെ, പക്ഷെ ഈ ഉർവശിയമ്മയും മോഹൻലാലൊക്കെ ഏകദേശം ഒരുപോലെയാണ്. അത് ഇവരതിന് ഷോട്ടിന് തൊട്ട് മുമ്പ് വരെ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് അങ്ങനെയൊക്കെയാണ്. അത് കഴിയുമ്പോൾ ഒറ്റ മാറ്റമാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഫിലിം, അതായത് ഇപ്പം എടുത്തു നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞൊരു അടിച്ചു കയറി ആ ഒരു സ്റ്റൈലിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാം ഹിറ്റുകളിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളെല്ലാം. അപ്പം എന്തായിരിക്കും പെട്ടെന്ന് മോളിവുഡിന് ഒരു ചേഞ്ച്, അല്ല ചേട്ടൻ ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ ഡയറക്ടർ ആവാൻ പോകുന്നു, അപ്പം എന്താണ് നോക്കി കാണുമ്പോൾ ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിക്ക് വന്നൊരു ചേഞ്ച്? എല്ലാ ചേഞ്ചിനും ഒരു ട്രെൻഡ് സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അതായത് ഏതെങ്കിലും ഒരു പടം ഹിറ്റായതിന്റെ പിന്നാലെ ആയിരിക്കും അത് വരുന്നത്. ഇപ്പം മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ഇത്ര ഹിറ്റ് അടിച്ചിട്ട് അപ്പം മലയാള ഇൻഡസ്ട്രിയിൽ മൊത്തത്തിൽ ഒരു ഹോപ്പായി. തമിഴിലുള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ നാഷണൽ ലെവലിലുള്ള ആൾക്കാർ നമ്മുടെ ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുമ്പം ഒരു പടം ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് കാണാനായിട്ടുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം നമ്മൾ പടങ്ങൾ എന്തുമാത്രം വലിയ രീതിയിൽ റീച്ച് ആവുന്നു, അപ്പോൾ ആ രീതിയിൽ ഈ പറയുന്ന ഏറ്റവും താഴെ കിടക്കുന്ന ആളുകളെ അത് അഫക്റ്റ് ചെയ്യും. അവർക്കും ഒരു പടം കാണാൻ ഇറങ്ങണം, അല്ലെങ്കിൽ ഒരു പടം കാണണം എന്നുള്ളൊരു സാധനം. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്റ്റാർസ് അഭിനയിച്ച സിനിമകളെല്ലാം തന്നെ ഹിറ്റായി. അത് ഭയങ്കര കോൺട്രാസ്റ്റ് ആണ്. ഇപ്പം നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഗുരുവായൂരമ്പലം നടയിൽ അതെല്ലാം ഹിറ്റായി. അതിനെല്ലാം തിയേറ്ററിൽ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. അപ്പൊ അതിന് മുമ്പ് ഹിറ്റായിട്ടുള്ള പടങ്ങളുടെ ആ ഒരു ഫ്ലോ ഇമ്പാക്ട് ഭയങ്കര നന്നായിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ആ ഒരു ട്രെൻഡ് സെറ്റിങ്ങിന്റെ ഒരു സാധനം ഈ വർഷം വർക്കൗട്ടായി. അത് ഉള്ളൊഴുക്കിലാണേലും അത്രയും ആളുകൾ പെട്ടെന്ന് കാണാമെന്ന് വിചാരിക്കാൻ കാരണം അതായിരിക്കണം. ആ ഒരു ട്രെൻഡായി തിയേറ്ററിൽ പോയി പടം കാണാനുള്ള ഒരു ട്രെൻഡ്. കുറച്ച് നാളുകളായിട്ട് ആ ഒരു ഹിറ്റിലേക്കാണ് മോളിവുഡ് ഇൻഡസ്ട്രിയിൽ. പെട്ടെന്നായിരുന്നു എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമകൾ കാണാനായിട്ടും ശ്രമിക്കുന്നുണ്ട്. അപ്പൊ മലയാളികളെ തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള ഒരു എലമെന്റ് എന്താണ് ആസ് എ ഡയറക്ടർ പ്രശാന്ത് ഏട്ടന് തോന്നുന്നത്? മലയാളികളെ പൊതുവെ പാടാണോ തിയേറ്ററിൽ എത്തിക്കാൻ? അതെ, നമ്മുടെ ഒരു കൾച്ചർ ഭയങ്കര ഇപ്പൊ തമിഴ്നാടുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കൾച്ചറിന്റെ ഭാഗമാണ്. അപ്പൊ പണ്ട് അവർക്ക് ഒരുപാട് ഈ പറയുന്ന പാവക്കൂത്ത്, പിന്നെ ഇവരുടെ കരകാട്ടം എന്നൊക്കെ പറഞ്ഞ് കുറെ ആർട്ട് ഫോംസ് ഉണ്ട്. അപ്പൊ ഇത് ഇവരുടെ ഡെയിലി ലൈഫിന്റെ ഭാഗമാണ്. അപ്പൊ അത് ഇങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്താണ് സിനിമ കയറി വരുന്നത്. അപ്പൊ സിനിമ അവരുടെ ലൈഫിന്റെ ഭാഗം. അപ്പൊ വൈകുന്നേരം വരെ ജോലി ചെയ്ത് ഒരു സിനിമ കണ്ട് 2 അടിച്ച് വീട്ടിൽ പോയി, അങ്ങനത്തെ ഒരു കൾച്ചർ ഭയങ്കരമായിട്ടുണ്ടായി. പക്ഷെ മലയാളികൾക്ക് അത്ര ഇതില്ല. അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പരിപാടി എന്നുള്ളൊരു സാധനം കുറച്ചുകൂടെ ഒരു എനിക്ക് തോന്നുന്നത്, ഞാൻ പറയുന്നത് തിങ്കിങ് ലെവൽ കൂടുതലാണ് മലയാളികൾക്ക്. അപ്പൊ അവർക്ക് ഈ പറയുന്ന പോലെ കംഫർട്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എനിക്ക് തോന്നുന്നത് കോമഡി പടങ്ങളൊക്കെ എന്ന് വെച്ചാൽ നല്ല കോമഡി പടമാണെങ്കിൽ ഒരു ഷുവർ ഷോട്ടാണ്. ഇപ്പൊ വയസ്സ് എത്രയായി 30 എന്ന് പറഞ്ഞ സിനിമ, അതും എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടൊരു പ്രശാന്ത് ഏട്ടനെയാണ് കണ്ടത്. അപ്പൊ ആ സിനിമ കമ്മിറ്റ് ചെയ്തത് അതെങ്ങനായിരുന്നു? ആ ഒരു സിനിമ ചെയ്യാം, അത് ഒന്നാമത് അവരുടെ ഒരു സ്റ്റോറി നല്ല സ്ട്രോങ് ആയിരുന്നു. പിന്നെ ഈ ഒരു ഇഷ്യൂ അനുഭവിക്കുന്ന കുറെ ആളുകൾ ഉണ്ടെന്നുള്ളത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. അത് ആ സീരിയസ് കല്യാണം നടക്കാതെ വരുന്നത്. ഇപ്പൊ കല്യാണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഇത്ര ഇമ്പോർട്ടന്റ് ആണോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഇമ്പോർട്ടന്റ് ആണ്. അവർ കണ്ടുവന്നിട്ടുള്ള, അവരെ പഠിപ്പിച്ചിട്ടുള്ള, അവരുടെ ഫോർ ഫാദേഴ്സ് ഒക്കെ ചെയ്തു പോന്നിട്ടുള്ള ആ സാധനം തനിക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഉള്ള ഒരു ഫ്രസ്ട്രേഷൻ ഷെയർ ചെയ്യാൻ ഒരാളില്ല. അങ്ങനെ ഒരു സൈക്കോളജിക്കൽ തലത്തിലൊക്കെ അതിന് ഭയങ്കര റെലവൻസ് ഉണ്ടെന്ന് തോന്നിയതാണ്. അതുപോലെ അതിലെ സ്ലാങ്ങും ഒരു നമ്മള് പ്രശാന്ത് ഏട്ടൻ പറയുമ്പോഴത്തേനും നമ്മള്, പക്ഷെ അത് നൈസായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. അല്ല, എങ്ങനെ ഡിഫിക്കൽട്ട് ആയിരുന്നു പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്? ഈ ഡയലോഗ്സ് ഒക്കെ എങ്ങനെയാണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യോ, അതോ ഇഷ്ടമാണോ പഠിക്കാനൊക്കെ? ജനറലി ഡയലോഗ്സ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. എനിക്ക് ഇഷ്ടമാണ് പഠിക്കാൻ വേണ്ടിട്ട്. അപ്പം ചെറുപ്പത്തിൽ തൊട്ടേ ആക്ടർ ആവണം അങ്ങനെ എന്തെങ്കിലും? ചെറുപ്പത്തിൽ കുറെ നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു 8-9 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ PGക്ക് കുറച്ച് 1-2 നാടകം ചെയ്തു. അങ്ങനെയാണ് അഭിനയം എന്ന് പറയുന്ന സാധനം പിന്നെയും മനസ്സിലേക്ക് കയറി. അപ്പൊ കോളേജിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആക്റ്റീവ് ആയിരുന്നോ? കോളേജില് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് അധികം സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ പഠിച്ച പോലെയല്ല, ആണുങ്ങൾക്ക് ഒരു വരാന്ത, പെണ്ണുങ്ങൾക്ക് ഒരു വരാന്ത, അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ആർട്ട് പരിപാടി എന്നൊക്കെ പറയുന്നത് ഉണ്ടായിരുന്നു. എന്തേലുമൊക്കെ ഞങ്ങളുടെ ഒരു വലിയ ഇവന്റ് എന്ന് പറയുന്ന കൈരളി ചാനലിൽ നിന്നൊരു പ്രോഗ്രാമിന് വേണ്ടി കോളേജിലേക്ക് വന്നായിരുന്നു. ആ ടൈമിൽ അതിന്റെ റിഹേഴ്സലും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അതായിരുന്നു ഒരു ഓർക്കുന്ന ഒരു വലിയ ഇവന്റ്. പിന്നെ ഈ പറയുന്ന പോലെ മെയിൻ ഓണം പരിപാടിക്ക് അങ്ങനെ എന്തെങ്കിലും ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ.
ഇപ്പൊ ഡിഗ്രി അത്ര ആർട്ടിസ്റ്റ് ഇമ്പാക്ട്ഫുൾ അല്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ PG ക്ക് പോയതാണ്. അവിടെ നല്ല ആക്റ്റീവ് അവിടെ നല്ല ആക്റ്റീവ്. അതിനുശേഷം KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ബിഎഡും കഴിഞ്ഞിട്ട് ഇടയ്ക്ക് പഠിപ്പിക്കാനും അവിടെ സെന്റ് ജോർജിൽ ഒരു 6 മാസം പഠിപ്പിക്കാനും കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. പഠിപ്പിക്കുന്ന ലൈഫ് ഇഷ്ടപ്പെട്ടില്ല. പഠിപ്പിക്കുന്ന ലൈഫ് അത്ര പോരാന്ന് എനിക്ക് പറ്റിയ കാര്യമല്ല. ഓക്കെ, നമുക്ക് അടുത്തൊരു റാപ്പിഡ് ഫയറിലേക്ക് പോകാം. ഒരു റൗണ്ട് കൂടിയാണ്. ഇനി പ്രശാന്ത് ഏട്ടന് അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ളൊരു റോള്, എനിക്കത് ചെയ്യണം എന്ന്. എനിക്കൊരു നല്ല പോലീസ് ഓഫീസർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഉടനെ കിട്ടട്ടെ, ഞങ്ങൾ വെയിറ്റിങ്. ഫസ്റ്റ് ടേക്കിൽ കയ്യടി കിട്ടിയ ഒരു പെർട്ടിക്കുലർ മൊമെന്റ് ഏത് ഫിലിമാണ്? അതിൽ ഫസ്റ്റ് ടേക്കിൽ തന്നെ ഭയങ്കര കയ്യടിയൊക്കെ കിട്ടി, ഭയങ്കര അപ്രീസിയേഷൻ കിട്ടിയ ഒരു ഷോട്ട്. ഫസ്റ്റ് ടേക്ക് അല്ല, ഏതെങ്കിലും അപ്രീസിയേഷൻ കിട്ടിയ ഒരു ഷോട്ട്. ഫസ്റ്റ് അത് ഇത് തന്നെ ജല്ലിക്കെട്ടിൽ പോത്ത് കുത്തുന്ന അത് ഒറിജിനൽ പോത്താണ്. അപ്പം അത് ഇവര് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ലിയോ ചേട്ടൻ ആക്ഷൻ വിളിച്ചു. അവര് പോത്തിനെ ഇങ്ങനെ കയറിലെട്ടിട്ട് കൊണ്ടുവരണം. അപ്പൊ നേരെ വന്ന് കുത്തി, ഞാൻ ഇങ്ങനെ കറങ്ങി തെറിച്ച് വന്ന് വീണു. അപ്പൊ എല്ലാരും കൈയടിച്ചു പറഞ്ഞിട്ട്. അപ്പൊ ലിജോ ചേട്ടൻ ചോദിച്ചാൽ ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെ ആക്കിയോ? എപ്പോഴും കുറെ ടേക്ക് എടുക്കും. ലിജോ ചേട്ടൻ എക്സ്പെഷ്യലി അങ്ങനല്ലേ, അതായത് ഒരു പെർട്ടിക്കുലർ ഷോട്ട് വെച്ചാലും അത് ആളുടെ സാറ്റിസ്ഫാക്ഷൻ നോക്കി എത്ര റീടേക്ക്. അതെ, പുള്ളി എന്ത് ഇതില് റീടേക്ക് എടുക്കുന്നതെന്ന് വരെ നമുക്ക് എത്ര തവണ പോകുമെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ എന്ന് മാറി വിളിച്ച എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് എവിടെ നിന്നപ്പം ഫഹദ് ഫാസിലെ അങ്ങനെ എന്തെങ്കിലും വിളിച്ച ഇൻസിഡന്റ് ഉണ്ടോ? തമിഴ്നാട്ടിൽ ചെന്നപ്പം ഞാൻ ഫാമിലി ആയിട്ടായിരുന്നു. അപ്പൊ ഞങ്ങള് കൊടൈക്കനാൽ പോയി. അപ്പൊ സൈഡിലുള്ള കടയിൽ കൂടെ ഇങ്ങനെ ഓരോ സാധനങ്ങൾക്ക് മേടിച്ചോണ്ട് നടക്കുമ്പോൾ ഒരു തമിഴ്നാട്ടിലൊരു ടാക്സി கொண்டு நடுக்கு சார் சார் நல்லா நடிச்சிருக்கு சார் உங்க வரவுக்காக வெயிட் பண்ணிட்டு இருக்கு ஏறுவாங்க ഞാൻ പറഞ്ഞേക്കാം. എടാ ഫഹദ് ഫാസിലിനെ തമിഴ്നാട്ടിൽ കണ്ടിടാന്നൊക്കെ. അതുപോലെ തന്നെ സിനിമ ഡയറക്ഷൻ ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രൈസ് ഉള്ളത് പ്രശാന്ത് ഏട്ടൻ എന്തിനോടാണ്? കാറിനോട് ഭയങ്കര ക്രൈസ് ആണ്. ഏത് കാറാണ് ഒരു ഡ്രീം കാറ്? അങ്ങനെ പറയാൻ പറ്റില്ല, ഒരുപാട് ഓരോ ദിവസം കാണുമ്പോ ആ കാർ വാങ്ങിയേക്കാം അങ്ങനത്തെ. ഇപ്പൊ വരുന്ന വഴിക്കൊരു കാർ കണ്ടു കഴിഞ്ഞാൽ എടാ അടുത്തത് ഞാൻ ഇതാ. അങ്ങനെ ആഗ്രഹം എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എഞ്ചിന്റെ പരിപാടികള്, അല്ലെങ്കിൽ അതിന്റെ മെക്കാനിസംസ്, എങ്ങനെയാണ് മനുഷ്യൻ ഇത്ര ഇന്റലിജന്റ് ആയിട്ട്. അങ്ങനെ മനുഷ്യൻ പൊതുവെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ആണ്. ഓക്കെ. അടുത്തത് കൂടെ അഭിനയിക്കണമെന്ന് ഇപ്പൊ ഏറ്റവും ആഗ്രഹം തോന്നുന്ന ഒരു വ്യക്തി, എനിക്ക് ആ വ്യക്തിയോട് ഒന്ന് അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് നവാസുദ്ദീൻ സിദ്ദിഖിന്റെ കൂടെ ഒന്ന് കോമ്പീറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഉടനെ നടക്കട്ടെ. സിനിമയിൽ എത്തിയത് മുതൽ ഇപ്പോൾ വരെയുള്ള ജേർണിയിലെ ഏറ്റവും ഫേസ് ചെയ്തിട്ടൊരു ഹാർഡസ്റ്റ് ഇൻസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ? അങ്ങനെയൊന്നും ഞാനങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് എടുക്കാറില്ല. എന്ന് വെച്ചാൽ അതെല്ലാം ഈ പാർട്ട് ഓഫ് ദി പരിപാടിയായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തെങ്കിലും നമ്മളെ കാസ്റ്റ് ചെയ്തിട്ട് മാറ്റിയാലും, അല്ലെങ്കിൽ നമുക്കൊരു പടം ക്യാൻസൽ ആയാലും, പടം തള്ളിപ്പോയാലും, പടം നിന്ന് പോയാലും ഒക്കെ ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. നമ്മൾ ഷൂട്ട് ചെയ്ത പടം ഇറങ്ങണമെന്നില്ല, അങ്ങനെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സിനിമ എന്ന് പറയുന്നത് അത്രയ്ക്ക് വലിയ സംഭവമാണ്. അതിനകത്ത് ആയിത്തീരുക എന്ന് പറയുന്നതിന് ഭയങ്കര ലക്കായിട്ടുള്ള ലക്കി ആണെന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഗ്രൗണ്ട് സീറോയിൽ നിന്ന് തുടങ്ങിയ ആളാണ്. അപ്പൊ എന്ത് കിട്ടിയാലും നമുക്ക് ബോണസ് ആണ്. അപ്പൊ അതിനെ ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. പിന്നെ ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ അതിനകത്ത് ആക്ട്രസ് വേണമെങ്കിൽ പോയത് കൊണ്ട് അത് നിന്ന് പോയായിരുന്നു. അത് ഭയങ്കര വിഷമമുള്ള ഒരു സംഭവമായിട്ട് ഇപ്പോഴും, അത് കുറെ വർഷം മുമ്പാ സംഭവിച്ചത്. അത് അത് മാത്രമേ ഉള്ളൂ ഭയങ്കര ഒരു. അതുപോലെ തന്നെ പ്രശാന്ത് ഏട്ടന് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണോ? പെട്ടെന്ന് ദേഷ്യം വരില്ല. ദേഷ്യം വന്നാൽ എന്തായിരിക്കും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും? റിയാക്ട് ചെയ്യില്ല, അതാണ് ഭയങ്കര പെട്ടെന്ന് സൈലന്റ് ആയി പോകും. റിയാക്ട് ചെയ്യില്ല. അത് എന്റെ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ്. എന്തിനാണ് ദേഷ്യം വന്ന് സൈലന്റ് ആവത്തേ ഉള്ളൂ? സൈലന്റ് ആവും. ഞാനോർത്ത് എന്തെങ്കിലുമൊക്കെ എടുത്തെറിയും, അല്ലെങ്കിൽ നല്ല ലൗഡായിട്ട് അവിടേക്ക് ഒച്ച വെച്ച്. ഇല്ല, ഞാൻ എപ്പോഴും മാക്സിമം ഞാനും മറ്റേ രണ്ട് വശത്തുനിന്നും ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്നവരാണ്. ഇപ്പൊ നമ്മൾ ഹർട്ടായി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ ആ രീതിയിൽ സൈലന്റ് ആവും. പിന്നീട് അവരെന്താണെന്നൊക്കെ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ അവരറിയുള്ളൂ. അതവര് ഭയങ്കരമായിട്ട് അറിയും. എനിക്ക് ദേഷ്യം വന്നായിരുന്നു, ഞാൻ മിണ്ടാതെ. അങ്ങനെയല്ല, അതവര് ഭയങ്കര മെന്റൽ ടോർച്ചറിങ് ആയിരിക്കും. ഞാൻ ദേഷ്യപ്പെടുത്തിയാലോ അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്താലോ ഒക്കെ അവരെ ടോർച്ചർ ചെയ്യും. വല്ലാത്തൊരു സൈക്കോളജി എന്നൊക്കെ. സിനിമയില് ഡയലോഗ്സ് പഠിക്കാൻ ഇഷ്ടമാണോ അതോ മടിയാണോ? അല്ല പൊതുവെ
ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് എത്ര പേജാണ് പെട്ടെന്ന് തന്നോളൂ ഞാൻ പഠിച്ചോളാം. അല്ല പെട്ടെന്ന് ക്യാച്ച് ചെയ്യണ്ടായാലും എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടത്. അപ്പം സ്പോട്ട് ഇംപ്രവൈസേഷൻസ് ആണോ കൂടുതൽ ഇഷ്ടം, അതോ പ്രീ പ്ലാൻ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്തെടുക്കുന്നതാണ്? പ്രീ പ്ലാൻ ചെയ്യുന്നത് ഞാൻ മൈൻഡിൽ എപ്പോഴും പ്രീ പ്ലാൻ ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാറുള്ളൂ. അപ്പൊ നീ ഇങ്ങോട്ട് വരുമ്പോ തന്നെ ഞാൻ ആലോചിച്ചു നീ ആസിയുടെ കാര്യം ചോദിക്കും എന്ത് പറയണം എന്നുള്ള സാധനമൊക്കെ ഞാൻ മെന്റലിസം അല്ല ലോജിക്കലാണല്ലോ. അപ്പൊ അങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു സാധനത്തിലാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ. പിന്നെ ഈ പറയുന്ന പോലെ ഇംപ്രവൈസ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് ചെയ്യും. ഇംപ്രവൈസേഷൻ ആയിരുന്നു നമ്മുടെ ആക്ടിങ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള ബേസ്. ഇംപ്രവൈസ് ചെയ്ത് അത് ഹാബിറ്റായി. എന്നാലും ഒരു കാര്യം, ഒരു ഷോട്ടിന് മുന്നേ തന്നെ ഭയങ്കര പ്രിപ്പയർഡ് ആയിരിക്കും പ്രശാന്ത്. എന്റെ രീതിയിൽ ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കും. എന്നിട്ട് മാത്രമേ ക്യാമറയ്ക്ക് മുന്നിൽ അവരോട് ചോദിക്കും എവിടെയാണ് എങ്ങനെയാണ്. ചിലപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ സുഹൃത്തുക്കളൊക്കെയാണ് ക്യാമറ നിൽക്കുന്നെങ്കിൽ ലെൻസ് ഏതാണെന്നൊക്കെ ചോദിക്കും. എല്ലാത്തിനെ പറ്റി ഒരു ഐഡിയ കിട്ടുമ്പോൾ പിന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും നമുക്ക്. സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ല, സിനിമ എപ്പോഴും സിസ്റ്റമാറ്റിക് ആണ്. അങ്ങനെ അല്ലാന്ന് വിചാരിക്കുമ്പോഴാണ് അത് നമുക്കെതിരെ തിരിച്ചടിക്കുന്നത്. ഞാനൊക്കെ ഓർത്തത് ചിലപ്പോൾ ഇങ്ങനെ ഇതാണ് ഷോട്ട് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങ് അഭിനയിക്കുക, അന്നേരം ആയിരിക്കും ചിലപ്പോൾ പറയണത് എങ്ങനെയാണ് എല്ലാം തലേദിവസം തന്നെ എല്ലാം ഫുള്ള് ഷോർട്ട് ഡിവിഷനും എല്ലാം. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതിന്റെ ഒരു പ്രത്യേകത ഏതാണ്, നമുക്ക് കംപ്ലീറ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് സിനിമേനെ എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഷോർട്ട് ഡിവിഷനും അതിന്റെ വേണ്ട ഇപ്പൊ നമ്മളപ്പോൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഒരു സാധനം ഇല്ലെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പ്രിപ്പയർഡ് അല്ലെങ്കിൽ ആ സാധനം അവിടെ വരില്ലല്ലോ. അപ്പൊ അത്രയ്ക്ക് പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളതാണ് സിനിമയ്ക്ക്. ടൈം ഈസ് ഇമ്പോർട്ടന്റ്. മുഴുവനും ഒരു പ്രിപ്പറേഷനിൽ തന്നെ ആവണം അല്ലേ? എല്ലാ ഡിപ്പാർട്ട്മെന്റും അത്ര കുറെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട് സിനിമയിൽ. അപ്പൊ അവരെല്ലാം പ്രിപ്പയർഡ് ആയിരിക്കണം എല്ലാത്തിനും. അപ്പം നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിട്ടൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒക്കെ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഇപ്പം ഷോട്ട് കുറച്ചുകൂടെയൊക്കെ എക്സ്റ്റെൻഡ് അങ്ങനെയൊക്കെ വരുമ്പോൾ ദേഷ്യം വരാറുണ്ടോ? അല്ലെങ്കിൽ ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് നമുക്ക് സന്തോഷമല്ലേ, കാരണം കുറച്ചുകൂടെ ടൈം കിട്ടും നമുക്ക്. നമ്മുടെ ഭാഗത്തു നിന്നല്ലല്ലോ തെറ്റെന്നുള്ള ഒരു സാധനം വരും. ഓക്കെ. സിനിമയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഉറപ്പായിട്ടും സിനിമയ്ക്ക് വേണ്ടി എല്ലാം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. എപ്പോഴും ആ സിനിമയ്ക്ക് എപ്പോഴും അങ്ങനെ ഒരു സാധനമുണ്ട്. സിനിമ വേണം, ഇപ്പൊ ആക്ടിങ് ആണ് പ്രത്യേകിച്ച്. ആക്ടർ ആവണോ അതോ ഒരു നല്ല അച്ഛനാവണോ, ആക്ടർ ആണോ നല്ല ഹസ്ബൻഡ് ആവണോ, ആക്ടർ ആണോ നല്ല മകനാവണോ, ഇന്ന് എപ്പോഴും ഈ ചോദ്യം ഉണ്ടാവും. അത് ബാലൻസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇപ്പൊ എനിക്ക് എന്നെ കല്യാണം കഴിച്ച ആളൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അല്ല, അത് അങ്ങനെയാണ്, ആ സാക്രിഫൈസ് ആണ്. അവർക്ക് കിട്ടേണ്ട സമയം, അവരുടെ കൂടെ എൻ്റെ മക്കള് അവരുടെ കൂടെ ഇരിക്കേണ്ട സമയം, പിന്നെ അവരുടെ വികാരങ്ങൾ ഷെയർ ചെയ്യേണ്ട സമയം, അതൊക്കെ നഷ്ടപ്പെടുവാണ് നമുക്ക്. അപ്പോൾ ആ ടൈം നമുക്ക് അങ്ങനെ ഒരു മൂഡ് ഉണ്ടാവണമെന്നില്ല. അവർ വിളിക്കുമ്പോഴൊക്കെ സംസാരിക്കാം, അവർ വിളിച്ചാൽ സംസാരിച്ചാൽ മതി. പക്ഷെ ആ ടൈമിലാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ വേറെ മൂഡിലായിരിക്കും. ഇപ്പം സിനിമകൾ കണ്ടിന്യൂസ് വരാത്തതിൻ്റെ ടെൻഷൻ ഉണ്ടാവും, വന്ന സിനിമയിൽ നല്ലപോലെ ചെയ്യാത്തതിൻ്റെ ടെൻഷൻ ഉണ്ടാവും, അതിൻ്റെ ഫണ്ട് വരാത്തതിൻ്റെ ടെൻഷൻ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. എപ്പോഴും ഈ ചോദ്യമുണ്ട്, ആക്ടർ വേഴ്സസ് റിയൽ ലൈഫിൽ നിങ്ങൾ എന്താണെന്നുള്ളത്. ഫാമിലിയുടെ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഉറപ്പായിട്ട് ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. സിനിമകളൊക്കെ കണ്ടിട്ട് ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടോ വൈഫ് ആണെങ്കിൽ? എന്റെ ഏറ്റവും വലിയ ക്രിട്ടിസൈസറാണ് എന്റെ വൈഫാണ്. ഓക്കെ. ഇനി ഒരു സിനിമാ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ ഫിലിം ലൈഫൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഔട്ട്സൈഡിലുണ്ട്. അപ്പം അങ്ങനെ ഒരാൾ വരാൻ പോകുമ്പോൾ അവരുടെ അടുത്ത് പ്രശാന്ത് ഏട്ടന് പറയാനുള്ളത് എന്താണ്? ഞാൻ സിനിമയിലേക്ക് വന്നത് ഡു ഓർ ഡൈ എന്നുള്ള ഒരു ഫിലോസഫി കൊണ്ടാണ്. ഒന്നെങ്കിൽ സിനിമ നന്നായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ സിനിമ ചെയ്യാൻ ശ്രമിച്ച് മരിക്കുക. അതിനിടയിൽ ഇപ്പം വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകാം, അങ്ങനെ ഒരു ഐഡിയ ഒന്നും എനിക്കില്ല. അപ്പൊ അതെനിക്ക് തോന്നുന്നൊരു, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് തന്നെ ഇപ്പം നമ്മുടെ നോളൻ്റെ ഒരു പടമുണ്ട് പ്രസ്റ്റീജ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിനകത്ത് മാജിക് ട്രിക്ക് സ്റ്റേജിൽ നടത്തുമ്പം അയാൾ പറയുന്നത് സ്റ്റേജിൽ നടക്കുന്നത് മാത്രമല്ല, ആ സ്റ്റേജിൽ നടക്കുന്ന ആ മൊമെന്റ് വരെ എൻ്റയർ ലൈഫിൽ ആണ് ഈ മാജിക് ട്രിക്ക് നടക്കുന്നത് എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ എൻ്റയർ ലൈഫാണ് നിങ്ങൾ ക്യാമറയ്ക്ക് മുമ്പിൽ സാക്രിഫൈസ് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് റെഡി ആവുക. എന്തും സംഭവിക്കാം. ആ സിനിമ അത്ര വലുതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര ബാക്കപ്പ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു 200 കോടി രൂപ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ പടങ്ങൾ ചെയ്ത് പതുക്കെ ഹിറ്റായി വരാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാദറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ലീനിയേജ് ഉണ്ടെങ്കിൽ എളുപ്പമുണ്ട്. അല്ലാത്ത പക്ഷം ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുന്ന ഒരാൾക്ക് നിംബോളി പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് വന്നവനാണ് ആ പട്ടിക. അത് ശരി, ഒറ്റയ്ക്ക് വരുന്നവർക്ക് അത്രയധികം സ്ട്രഗിളിലൂടെ തന്നെ അങ്ങനെ തന്നെ പറ്റുള്ളൂ, നേടാൻ പറ്റുള്ളൂ അല്ലേ? അതുപോലെ തന്നെ പ്രശാന്ത് മുരളി എന്ന ആക്ടർ അല്ലെങ്കിൽ പ്രശാന്ത് മുരളി എന്ന വ്യക്തിയെ 3 വേർഡ്സിൽ പറയാനാണെങ്കിൽ എങ്ങനെ പറയും? നല്ലവനായ ക്രൂരൻ എന്നൊക്കെ പറയാം. നല്ലവനായ ക്രൂരനോ? കണ്ടാ നല്ലവനാണെന്ന് തോന്നും, പക്ഷെ ഉള്ളിൽ അങ്ങനെയല്ല. എന്തേ? അല്ല, ഓരോ വ്യക്തികൾക്ക് ഓരോ ഇതുണ്ടല്ലോ. കൂടുതൽ നമ്മൾ അറിയും തോറും നമ്മളെ നമുക്ക് വേറൊരു രീതിയിൽ
മനസ്സിലാവും. പ്രശാന്ത് ഏട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കണ്ണുകൊണ്ട് ഭയങ്കരമായിട്ട് അഭിനയിക്കും, ഫഹദ് ഫാസിലിന്റെ പോലെ തന്നെ. കാരണം കണ്ണിൽ ആ ഇമോഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ ആരെങ്കിലും കോംപ്ലിമെന്റ്സ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഫഹദ് അപ്പോൾ ഈ ഫഹദ് ഫാസിലിനെ പോലെ ഇരിക്കുന്നു അങ്ങനെയൊക്കെ പറയുമ്പം ചേട്ടന് പേഴ്സണലി എന്താ അങ്ങനെ തോന്നാറ്? നല്ലതായിട്ടാണോ തോന്നാറ്, അതോ ഇൻഡസ്ട്രി ആണ് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ ഭയങ്കര ടെക്നിക്കലായിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മൾ ഒരാളെ പോലെ ഇരിക്കുന്നു, ഓക്കെ, അയാളെ പോലെ ഇരിക്കുന്നു. നിങ്ങൾ ഒരാളെ പോലെ ഇപ്പൊ എന്നോട് ആരെങ്കിലും വന്നിട്ട് നീ ദുൽഖർ സൽമാനെ പോലെ അല്ലാന്ന് പറയാറില്ലല്ലോ, അല്ലെങ്കിൽ നീ മമ്മൂട്ടിയെ പോലെ അല്ലാന്ന് പറയാറില്ല. അപ്പൊ എല്ലാം ഒരുപോലെയാണ്. അപ്പൊ ആരെങ്കിലും വന്നിട്ട് നമുക്ക് മമ്മൂട്ടിയെ പോലെ അല്ലാന്ന് പറയുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്ന കാര്യമില്ല. അപ്പൊ നീ ഫഹദിനെ പോലെ ആണെന്ന് പറയുമ്പോൾ സന്തോഷിക്കേണ്ട കാര്യമില്ല. അത് അങ്ങനെ ആ രീതിയിൽ എടുത്താൽ മതി. ഫിലിം എനിക്ക് എന്റേതായ കോംപ്ലിമെന്റുകളെല്ലാം ആ രീതിയിൽ എടുത്താൽ മതി എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഭയങ്കര കോംപ്ലിമെന്റുകൾ എടുക്കുന്ന ഒരാളല്ലേ ഞാൻ. എന്നെ ഇങ്ങനെ ഭയങ്കര സൂപ്പറാണ്, അടിപൊളിയാണ്, സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ താങ്ക് യു, അവരുടെ ആ ഒരു വലിയ മനസ്സിന് നന്ദി പറയും. പക്ഷെ അതിനല്ലാതെ അത് ഉള്ളിലേക്ക് അങ്ങനെ എടുക്കാറില്ല പേഴ്സണലി. അതുപോലെ എന്നാണ് ഞങ്ങൾക്ക് പ്രശാന്തേട്ടനെ ഒരു ഡയറക്ടറായിട്ട് ഉടനെ പ്രതീക്ഷിക്കാം? കുറെ കാലം കാത്തിരിക്കേണ്ടി വരുമായിരിക്കും. കുറെ കാത്തിരിക്കണോ? അല്ലെങ്കിൽ എനിക്ക് മാർക്കറ്റ് ആവണം. അപ്പൊ എന്തായാലും നല്ല നല്ല കുറെ കഥകൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഏകദേശം 5ഓളം സ്ക്രിപ്റ്റുകൾ കംപ്ലീറ്റ് ആയി വെയിറ്റിംഗ് ആണ് ഞങ്ങളും. ഉടനെ പ്രശാന്ത് ഏട്ടൻ ഒരു ഡയറക്ടർ, കാരണം ഇപ്പോഴത്തെ ഒരു അതാണ്. ഇപ്പൊ ബേസിൽ ജോസഫ് ആണെങ്കിലും അല്ലെങ്കിൽ പൃഥ്വിരാജ് ആണെങ്കിലും എല്ലാവരും അതുപോലെ ഇനി ഡയറക്ടറും കൂടെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര. കാരണം എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ ലൈഫിൽ ആ ഒരു സിസ്റ്റമാറ്റിക് ആണ്, പണ്ട് തൊട്ട് അത് ഫോളോ ചെയ്ത് വരുന്നു. എല്ലാത്തിനും ഒരു പ്രീ പ്ലാൻ ചെയ്ത്, ഇപ്പോഴാണെങ്കിലും ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ആ ഒരു വിഷൻ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഡയറക്ടേഴ്സ് വിഷൻ ആണ് അത്. ശരിക്കും ഒരു ഡയറക്ടർ ആവാൻ പോകുന്നവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? കാരണം ചേട്ടൻ ഒരുപാട് ഈ പറയുന്ന പോലെ പ്രിപ്പറേഷനും സിസ്റ്റമാറ്റിക് പരിപാടി, ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഡിസിപ്ലിൻ നമ്മൾ ചെറിയ കാര്യങ്ങൾ തൊട്ട് പ്രാക്ടീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു ഹാബിറ്റായിട്ട് വരും. ഇപ്പം പ്രിപ്പയർഡ് ആയിട്ട് ഇറങ്ങുക എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. അതായത് നമുക്ക് പ്രിപ്പയർഡ് അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. എന്ന് വെച്ച് പ്രിപ്പയർഡ് അൺപ്രിപ്പയർഡ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നല്ല. പ്രിപ്പയർഡ് ആകുമ്പോൾ അതും ഹാൻഡിൽ ചെയ്യാൻ പറ്റും, കൂടുതൽ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഡിസിപ്ലിൻഡ് ആകുക തുടക്കത്തിൽ തന്നെ, പ്രിപ്പറേഷൻ. പിന്നെ ഇതിനകത്ത് ഒരുപാട് പഠിക്കാനുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഷോർട്ട് കൊണ്ട് ഇപ്പം നമ്മൾ ഒരു നോവൽ എഴുതുന്ന പോലെ വാക്കുകൾ കൊണ്ട് പാരഗ്രാഫ് പിന്നെ വലിയ കഥയായിട്ട് മാറുന്ന പോലെ ഷോർട്ടുകൾ വെച്ചിട്ട് നമ്മൾ സീൻ ഉണ്ടാക്കി, സീക്വൻസ് സിനിമയാവുന്നത് വലിയ പ്രോസസ്സാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് പഠിക്കാനുണ്ട്, എല്ലാം പഠിക്കാനുണ്ട്. ആർട്ടുണ്ട്, കോസ്റ്റ്യൂമുണ്ട്, കളർ സെൻസ് വേണം, ലൈറ്റിങ്, ക്യാമറ, ഇങ്ങനെ ഇതിനെക്കുറിച്ച് എല്ലാം ധാരണ ഉണ്ടായിട്ട് വേണം ഡയറക്ഷനകത്തേക്ക് ഇറങ്ങാനായിട്ട്. ഡയറക്ഷൻ മാത്രം പഠിച്ച് ഞാൻ റെഡി ആയെന്ന് വിചാരിക്കരുത് എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി തരാൻ എത്ര ഡ്യൂറേഷനിൽ എത്ര കാത്തിരിപ്പ് വേണം, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ അതിലേക്ക് ഫോക്കസ്ഡ് ആവണം? ഞാനും സഫീർ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തും കൂടെയാണ് എഴുതുന്നത്. ഇപ്പം ഞങ്ങളുടെ ഒരു ചരിത്രം നോക്കുവാണെങ്കിൽ ഞങ്ങളൊരു 3 വർഷമായിട്ട് ഒരു സ്ക്രിപ്റ്റ് ഇങ്ങനെ പൊളിച്ചെഴുതി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരാഴ്ച കൊണ്ട് ഞങ്ങളൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ എന്ത് സംഭവം, നമുക്കത് കൺവിൻസിങ് ആയിട്ട് ഒരു സ്റ്റോറി തുടക്കം തൊട്ട് ഒടുക്കം വരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റും. പിന്നെ അത് കൺവിൻസ്ഡ് ആയില്ല, അത് പോരാ, അല്ലെങ്കിൽ അത് അങ്ങനെ വന്നാൽ പോരാന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാറ്റി അങ്ങനെ കുറെ നാളത്തെ തന്നെ ഒരു കുറെ നാൾ എടുക്കണമല്ലോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു ചാൻസ് തരും. ആ ചാൻസിൽ നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നമുക്ക് 50 വയസ്സിലായിരിക്കും ആ ചാൻസ് കിട്ടുന്നത്. അപ്പൊ അതുവരെ റെഡി. അതെ, എപ്പോഴാണ് ഓപ്പർച്യൂണിറ്റി കിട്ടുക അപ്പോഴത്തേക്കും റെഡി ആവുക. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ഏതാണ്? ഇപ്പൊ ചേട്ടൻ വർക്ക് ചെയ്തതോ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ഇപ്പൊ മലയാളം ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ ചേട്ടൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്? എനിക്ക് എല്ലാ ഡയറക്ടേഴ്സിനും ഓരോരോ പ്രത്യേകതകളായിട്ട് തോന്നിയിട്ടുണ്ട്. ചിദംബരത്തിന് ഇഷ്ടമാണ്, എല്ലാവർക്കും പ്രത്യേകത ഉണ്ട്. എനിക്ക് പക്ഷെ ഏറ്റവും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട്, ഭയങ്കര ഒരു ഇതായിട്ട് ഞാൻ പീസ്ഫുൾ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തത് ആഷിഖ് അബുവിൻ്റെ കൂടെ. ആഷിഖ ഭയങ്കര പുള്ളിയുടെ ഒരു മെത്തേഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഒച്ച അനക്കം ഒന്നും ഇല്ലാത്തൊരു, പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഭയങ്കര ഫിലിം ചെയ്യാൻ പറ്റുമല്ലേ? ഇനി എന്തൊക്കെയാണ് പ്രശാന്ത് ഏട്ടൻ്റെ ഫ്യൂച്ചർ പ്രോജക്റ്റ് ഒക്കെ? ഫ്യൂച്ചർ പ്രോജക്റ്റ് ഒന്നുമില്ല ഇതുവരെ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. റിലീസ് ഇപ്പം ലവ്ലി ഉണ്ട്, പിന്നെ റൈഫിൾ ക്ലബ്ബ്, പിന്നെ ഇറച്ചി എന്ന് പറഞ്ഞൊരു പടമുണ്ട്, പിന്നെ സൈബർ എന്ന് പറഞ്ഞ കുഞ്ഞൊരു പരിപാടി. അങ്ങനെ 3-4 പരിപാടികൾ റിലീസിന് വേണ്ടി നിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ആളും സൈനാപ്ലേയിൽ നാളെ മുതൽ വയസ്സെത്ര റിലീസിന് വരികയാണ്. അപ്പം എനിക്ക് തോന്നുന്നു തിയേറ്ററിലും അത്യാവശ്യം നല്ല റെസ്പോൺസുകൾ ഉണ്ടായിരുന്നു. പടം കണ്ടവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. നമ്മുടെ പബ്ലിസിറ്റിയുടെ ഒരു പ്രശ്നം കൊണ്ടാണ് എനിക്ക് വയസ്സെത്ര അത്ര സെറ്റ് ആവാതെ പോയത്.
പബ്ലിസിറ്റി ഭയങ്കര കുറവായിരുന്നു, ഭയങ്കര മോശമായിരുന്നു. ഇപ്പൊ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഒരു പ്രൊമോഷന് നല്ലൊരു ഭാഗം തന്നെ വഹിക്കുന്നുണ്ടല്ലേ? സിനിമയുടെ പ്രൊമോഷൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഭയങ്കര കോമ്പറ്റീഷനാണ്. ഇത്രയും കണ്ടന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ സിനിമയുടെ കണ്ടന്റിലൂടെ കയറുക എന്ന് പറയുന്നത് സോഷ്യൽ പ്ലാറ്റ്ഫോംസും അതുപോലെ അതെല്ലാം കറക്റ്റായിട്ട് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ കയറുള്ളൂ. അപ്പം അത് ഭയങ്കര അൺപ്രിപ്പയർഡ് ആയിട്ട് അമച്ചുറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്കൗട്ട് ആവില്ല. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ റീൽസ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഭയങ്കര ആക്റ്റീവാണ്, യൂട്യൂബ് ചാനലുകളും. ഇത് ശരിക്കും പറഞ്ഞാൽ ഫിലിം ഇൻഡസ്ട്രീനെ ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പോസിറ്റീവ്? ഇല്ല, ഒന്നും അങ്ങനെ നെഗറ്റീവായിട്ട് ബാധിക്കില്ലല്ലോ. സിനിമ ഇറങ്ങിയിട്ട് അതിനകത്ത് ഒരു സീൻ തന്നെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വൈറലായ സിനിമയ്ക്ക് ഗുണമാവുമല്ലോ. അപ്പം അതിനെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ്. ഇപ്പൊ ചലഞ്ചിങ് ആണ്, ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം ഇത്രയും ആളുകൾക്ക് പേഴ്സണലി ഭയങ്കര എന്താണ് ഒരു കണ്ടന്റ്, അവരുടെ ഉള്ളിലുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പം നമ്മളൊരു സാധനം എഴുതുമ്പോൾ അതുമായിട്ട് മാച്ച് ആവാതെ ഒരു ഫ്രഷ് സാധനം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഭയങ്കര ചലഞ്ചിങ് ആണ്. ഇനിയൊരു 10 വർഷങ്ങൾക്ക് ശേഷം മലയാളം ഇൻഡസ്ട്രി എങ്ങനെ ആയിരിക്കുമെന്നാണ് തോന്നുന്നത്? ഒരു 10 or 20 ഇയേഴ്സിന് ശേഷം? 20 ഇയേഴ്സിന് ശേഷമൊക്കെ മലയാളം ഇൻഡസ്ട്രി വേറെ ലെവലിലായിരിക്കും. അതായത് ഇതിനകത്ത് ഈ പറയുന്ന പോലെ AI ഫുൾ പടമൊക്കെ നമ്മൾ AI റെൻഡർ ചെയ്തെടുക്കും സ്ക്രിപ്റ്റ് കൊടുത്തിട്ട്. അങ്ങനെയൊക്കെ എനിക്കിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. എനിക്ക് ഈ ആക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു മോഡൽ പോലത്തെ പരിപാടിയിലേക്ക് വരും. നമ്മുടെ ഫുള്ള് പരിപാടി സ്കാൻ ചെയ്തിട്ട് നമ്മുടെ മോഡലായിട്ട് അവർ ക്യാരക്ടേഴ്സിനെ അവർ തന്നെ ഡിസൈൻ ചെയ്ത് AI-ക്കകത്തിട്ടിട്ട് പടമായിട്ട് എടുക്കും. നമുക്കൊരു മറ്റേ ഇത് തരും, റൈറ്റ്സ് തരും എന്ന് പറയുന്ന പോലെ. അപ്പോൾ ആക്ടേഴ്സിന്റെ എഫേർട്ടൊക്കെ ഇനിയൊരു ആക്ടേഴ്സിന്റെ എഫേർട്ട് എന്ന് പറയുന്നത് അതെ, എഫേർട്ടൊക്കെ ഇനിയിപ്പോ കുറവായിരിക്കും. നമ്മുടെ ലുക്ക് വിറ്റിട്ട് നമുക്ക് ജീവിക്കാം. പിന്നെ അങ്ങനെ അല്ലാതെ ആ കാലത്ത് ഇങ്ങനെ ഈ പറയുന്ന പോലെ റെബൽസ് ഉണ്ടാവും, റിയൽ മനുഷ്യനെ വെച്ച് ഫിലിം ഷൂട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവമായിട്ട് പടം. അന്നേരം അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും കമ്പാരിറ്റീവ്ലി. എന്ന് പടം ചെയ്യുന്നതും റിയൽ ആയിട്ടൊരു പടം ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര. സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിരിക്കാൻ പ്രശാന്തേട്ടൻ ശ്രമിക്കാറുണ്ട്? ഇല്ല, ഞാൻ ഭയങ്കര കുറവാണ്. അതെന്താണ്? സോഷ്യൽ ലൈഫ് എനിക്ക് കുറവാണ്. സോഷ്യലി ഭയങ്കര ആള് കൂടുന്നവർക്കൊക്കെ വളരെ കുറവാണ്, പ്രത്യേകതയാണ്. ഭയങ്കര ഇൻട്രോവേർട്ടാണ്. അതെന്താ? ഫിലിം ഇൻഡസ്ട്രി സാധാരണ ഡിഫറെന്റ് ആണ്, എപ്പോഴും എല്ലായിടത്തും ആഘോഷങ്ങൾ. അതെ അതെ, അല്ല എപ്പോഴും ആഘോഷമല്ലല്ലോ ലൈഫിനെ അതിൻ്റെതായ രീതിയിലും കൂടെ നമ്മൾ എൻജോയ് ചെയ്യണമല്ലോ. അപ്പൊ അത് മാത്രം അല്ലെങ്കിൽ അതിനുവേണ്ടി ആഘോഷങ്ങൾക്ക് വേണ്ടി ആഘോഷം അത് ശരിയാവാത്ത പോലെ തോന്നുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നു പ്രശാന്തേട്ടൻ്റെ ഈ ഒരു കരിയറിൽ ഒരുപിടി നല്ല, അതായത് മെമ്മറബിൾ ക്യാരക്ടേഴ്സ് തന്നെയാണ് പ്രശാന്തേട്ടൻ ചെയ്തത്. എല്ലാ സിനിമകളും അല്ല, എല്ലാം ഒരു മെമ്മറബിൾ. ഏത് ക്യാരക്ടർ ചെയ്തിട്ടുണ്ടോ ആ ക്യാരക്ടറിനൊരു അവിടെ ഒരു സിഗ്നേച്ചർ മാർക്ക്, പ്രശാന്ത് മുരളിയുടെ ഒരു സിഗ്നേച്ചർ മാർക്ക് കൊടുക്കാനായിട്ട് അത്രയും ഡെഡിക്കേഷനോട് കൂടി നിൽക്കുന്ന ഒരു ആക്ടർ തന്നെയാണ്. ഇനിയും ഫ്യൂച്ചറിൽ വരുന്ന വർക്കുകളാണെങ്കിലും ഞങ്ങൾ അതുപോലെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നു. അതുപോലെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പ്രശാന്ത് മുരളി എന്ന ഡയറക്ടറിന് വേണ്ടിയിട്ടും ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.